ലോകത്ത് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് എതിരാളികളുടെ ആയുധപ്പുരകൾ ആക്രമിക്കാനും മിലിറ്ററി ബേസ് ആക്രമിക്കാനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടാണ്. ഈ 60 ദിവസം പിന്നിടുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇത് വാർത്ത വായിക്കുന്നവരും കേൾക്കുന്നവരും ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുവരെ ഹമാസിൻ്റെ സൈനിക ക്യാമ്പിൽ ബോംബിട്ടു, അല്ലെങ്കിൽ ഹമാസിൻ്റെ സൈനിക താവളം ആക്രമിച്ചു എന്നെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആക്രമിക്കാൻ അവിടെ ഒന്നുമില്ല. ഈ ലോകഭീകരന്മാരായ ആളുകൾ ആക്രമിച്ചത് മുഴുവൻ ആശുപത്രിയെയും കൊന്നത് രോഗികളെയും കുഞ്ഞുങ്ങളെയുമാണ്. നമ്മൾ സാധാരണ ഈ പ്രായമായ അമ്മമാരൊക്കെ പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലൊക്കെ പ്രാവുന്നൊരു പ്രാക്കുണ്ട്. യവൻ്റെയൊക്കെ തലയിൽ ഇടുത്തി വീണല്ലാതെ, ചരിത്രത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടല്ലാതെ, നിഷ്കാസനം ചെയ്യപ്പെട്ടല്ലാതെ യവനൊന്നും ഒരന്ത്യവും ഉണ്ടാവില്ല. അത് കാലത്തിൻ്റെ നീതിയാണ്. അങ്ങനെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ സത്യമെന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ലാത്ത അക്ഷരങ്ങളായി പോവും. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. 60 ദിവസത്തോളം യുദ്ധം ചെയ്തു. സാധാരണ യുദ്ധങ്ങൾ നടക്കുമ്പോൾ സൈനികരെ വധിച്ചു, ഇന്ന പോസ്റ്റ് പിടിച്ചടക്കി, സൈനിക താവളം സ്വന്തമാക്കി എന്നൊക്കെയാണ് വാർത്തകളിൽ വരേണ്ടത്. എന്നാൽ ഈ 60 ദിവസം പിന്നിട്ടിട്ടും ഒരൊറ്റ വാർത്തയിൽ പോലും ഹമാസിൻ്റെ, ഫലസ്തീൻ്റെ സൈനിക വ്യൂഹത്തെ ആക്രമിച്ചു, അല്ലെങ്കിൽ താവളം പിടിച്ചെടുത്തു, റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തകർത്തു എന്നൊക്കെ അങ്ങനൊരു കുന്തവുമില്ല. യഥാർത്ഥത്തിൽ പരമകാരുണികനായ പടച്ചതമ്പുരാൻ ഈ അനുഭവിക്കുന്നവർ അനുഭവിക്കുന്നത് നീതിയല്ലാത്തതുകൊണ്ട് അവർക്ക് നൽകുന്ന നീതിയുടെ പിൻബലമായ മനസ്സിൻ്റെ കരുത്ത് മാത്രമാണ്, സഹിക്കാനുള്ള കരുത്ത് മാത്രമാണ്. എന്നിട്ടും വാലിൽ നിന്ന് ജീവനിട്ട് വരുന്നത് പോലെ ജീവനിട്ട് വരാനുള്ള കരുത്തും മാത്രമാണ് അവർക്ക് കൈമുതലായിട്ടുള്ളത്. യവനൊരു ഹോസ്റ്റേജസിനെ മോചിപ്പിക്കാൻ ഈ പേടിച്ച് കാലുവഴിയെ കാഷ്ടിച്ച ഡൈപ്പർ പട്ടാളമായ ഈ നരാധമന്മാരായ വംശഹത്യക്കാരായ തെണ്ടികൾക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഒരു ടണലിനകത്ത് കയറാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇവരാക്രമിച്ചത് മുഴുവൻ അൽഷിഫ ഹോസ്പിറ്റൽ, ഖാൻ യൂനിസ് ഹോസ്പിറ്റൽ, ദേവാലയങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ, 1500 വർഷം പഴക്കമൊക്കെയുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ, പിന്നെ ബാക്കിയുള്ള പള്ളികൾ, മസ്ജിദുകൾ, ഇതൊക്കെയാണ് യവൻ ആക്രമിച്ചത് മുഴുവൻ. യവൻ്റെ ലക്ഷ്യം അവിടെ ഈ നമ്മുടെ ഇവിടുത്തെ ചില സലാഹിയൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ധാരണയിലോ VT ബൽറാം പറഞ്ഞതുപോലെ ഹമാസിനെ നിരായുധീകരിക്കാൻ, അവരുടെ കയ്യിൽ നിരായുധീകരിക്കാൻ ഒരായുധവും ഇല്ല. ഉള്ള ആയുധം നമ്മുടെ കയ്യിലൊക്കെയുള്ള ആയുധമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അവർ പിടിച്ചു നിൽക്കുന്നത് മുഴുവൻ മാനസികമായ കരുത്തുകൊണ്ടാണ്. പിന്നെ അയൽ രാജ്യങ്ങളിൽ ഇതുപോലെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറച്ച് മനുഷ്യരുടെ പിന്തുണ കൊണ്ടാണ്. അങ്ങനെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യരെയാണ് ഇവിടുത്തെ മുസ്ലിയാർ മൊയിലാളിമാർ വിളിക്കുന്ന ഷിയ ഖുഹുവാനിസം, അതിൻ്റെ അപ്പുറത്തെ വാനിസം എന്നൊക്കെ പറഞ്ഞ് നല്ല സുഖമായി ഇവിടെ ഇരുന്ന് നേരെ ഗൾഫിലുമൊക്കെ ചെന്ന് പിരിച്ച് ചാക്ക് നിറച്ച് നോട്ടും കൊണ്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക. അവർക്കൊക്കെ കുട പിടിച്ചുകൊണ്ട്, തടുക്കിട്ടുകൊണ്ട്. യഥാർത്ഥത്തിൽ അത് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. ഒരൊറ്റ ഹോസ്റ്റേജസിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, ഒന്നും നേടാനായില്ല. കുറേ പേരെ കൊന്നു, സാധാരണക്കാരായ മനുഷ്യരെ. അത് ആർക്കും കൊല്ലാം. ലോകത്തിൽ താമസിക്കുന്ന ജൂതന്മാരെ എല്ലാം കൊല്ലാൻ അതത് സ്ഥലങ്ങളിൽ ഭൂരിപക്ഷമുള്ള ജനത തീരുമാനിച്ചാലുള്ള സ്ഥിതി എന്താ? അത് ചെയ്യാതിരിക്കുന്നത് അവർ കാണിക്കുന്ന ഔദാര്യമല്ലേ, വിട്ടുവീഴ്ചയല്ലേ, മനുഷ്യസ്നേഹമല്ലേ? ഇന്നലകളിൽ കൂടിരുന്ന് ജോലി ചെയ്യുന്നവൻ വെറും ജൂതനായി പോയതുകൊണ്ട് യവനൊക്കെ ചെയ്യുന്നത് പോലെ നിരപരാധികളെ കൊല്ലാൻ അറബി ലോകത്തിന് മനസാക്ഷി അനുവദിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ മനസാക്ഷി അനുവദിച്ചിരുന്നെങ്കിൽ 1,00,000 പെട്ടി ഇപ്പോൾ ഇസ്രയേലിൽ തിരിച്ചെത്തിയേനെ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? മൂക്കി കയറ്റാൻ കഴിയുമോ? തൊട്ടടുത്തുള്ള ഒരു ചെറിയ രാജ്യമായ ഫലസ്തീനികളെപ്പോലും ഇതുപോലെ നിരപരാധികളെ കൊല്ലാമെന്നല്ലാതെ, അബൂബൈദായ പീച്ചേ എന്ന് പറയുന്നതല്ലാതെ ഒരു പൂച്ചയെ പോലും പിടിക്കാൻ പറ്റാതെ ഇങ്ങനെ പിൻവാങ്ങുന്നവർക്ക് ലോകത്ത് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഒന്നും കഴിയില്ല. അതുകൊണ്ട് ഇത് തെളിയിക്കുന്നത് യവൻ്റെയൊക്കെ മനുഷ്യരക്തത്തോടും മനുഷ്യമാംസത്തോടുമുള്ള കൊതി മാത്രമാണ്. ലോകഭീകരന്മാർ യവന്മാരാണെന്നുമാണ്. ഇനി ഒരു നൂറ്റാണ്ടിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു വായി നോക്കിയും അറബികൾ, ജിഹാദികൾ, ഭീകരർ എന്നൊന്നും പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടേക്കരുത്. യവൻ്റെ പേര് ആദ്യം പറയണം, പിന്നെ ആരുടെയും പറയാവും.